ട്രാൻസാക്ഷണൽ റെക്കോർഡ്സ് ആക്സസ് ക്ലിയറിംഗ് ഹൗസിൽ നിന്നുള്ള സമീപകാല റിപ്പോർട്ട് പ്രകാരം 2019 മുതൽ യുഎസിൽ ഇമിഗ്രേഷൻ ജഡ്ജിമാർ അഭയ കേസുകൾ തീരുമാനിക്കുന്നതിൽ നല്ല രീതിയിലുള്ള വൈരുദ്ധ്യം കാണിക്കുന്നുണ്ട്. 800-ലധികം ജഡ്ജിമാരുടെ തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോൾ ചില ജഡ്ജിമാർ 100% അഭയ അപേക്ഷകളും നിരസിക്കുന്നതായാണ് കാണിക്കുന്നത്. ചില ജഡ്ജിമാർ 1% കേസുകൾ മാത്രമാണ് നിരസിക്കുന്നത്. ഏത് ജഡ്ജിയാണ് അവരുടെ കേസ് കേൾക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് രാജ്യം അഭയാർത്ഥികളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് കാണിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ യുഎസിലെ അഭയ അപേക്ഷകളിൽ പകുതിയും നിരസിക്കപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നവംബറിൽ പുറത്തിറക്കിയ ട്രാക്ക് റിപ്പോർട്ട് പ്രകാരം 2019 മുതൽ 2024 വരെ രാജ്യവ്യാപകമായി അഭയ അപേക്ഷകൾ നിരസിച്ചതിന്റെ നിരക്ക് 57.7%. അഭയ അപേക്ഷകൾ സ്വീകരിക്കണോ നിരസിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു എമിഗ്രേഷൻ ജഡ്ജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. അഭയ തീരുമാനങ്ങൾ കാലാകാലങ്ങളിൽ കോടതികൾക്കിടയിലും ജഡ്ജിമാർക്കിടയിലും മാറുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടത് നിർണായകമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഭയം തേടുന്നവർക്ക് വേഗത്തിലും ന്യായമായും ഒരു തീരുമാനം നൽകുന്നതിൽ സിസ്റ്റം പലപ്പോഴും പരാജയപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അഭയ കേസിന്റെ ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചില കോടതികളിൽ സാധുവായ അഭയ ക്ലെയിമുകൾ കുറവായിരിക്കാമെന്നതാണ് ഒരു കാരണം. അഭയം തേടുന്നവർ സാധാരണയായി അവർ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള കോടതികളിൽ അവരുടെ ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിനാൽ കേസുകളുടെ എണ്ണത്തിൽ പ്രദേശത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. കൂടാതെ ഒരേ രാജ്യത്ത് നിന്നുള്ള കുടിയേറ്റക്കാർ പലപ്പോഴും ഒരേ കമ്മ്യൂണിറ്റികളിലാണ് താമസിക്കുന്നത്. അതിനാൽ അവരുടെ അഭയ ക്ലെയിമുകളും അവരെക്കുറിച്ചുള്ള തീരുമാനങ്ങളും സമാനമായിരിക്കുമെന്നതും മറ്റൊരു കാരണമാണ്. ട്രാൻസാക്ഷണൽ റെക്കോർഡ്സ് ആക്സസ് ക്ലിയറിംഗ് ഹൗസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വിവിധ കമ്മ്യൂണിറ്റികളിലെ വൈദഗ്ധ്യമുള്ള ഇമിഗ്രേഷൻ അറ്റോർണിമാരുടെ ലഭ്യതയും ഓരോ ജഡ്ജിക്കും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇമിഗ്രേഷൻ കേസുകളുടെ എണ്ണം, കോടതി കേസിന്റെ വലിപ്പം എന്നിവയെല്ലാം അഭയ അപേക്ഷകളിന്മേലുള്ള ഫലങ്ങളെ സ്വാധീനിക്കുന്ന മറ്റ് പ്രധാന ഘടകങ്ങളാണ്. ഹൂസ്റ്റണിലെ 2 ഇമിഗ്രേഷൻ ജഡ്ജിമാരായ മോണിക് ഹാരിസ്, ബ്രൂസ് ഇംബാക്വാൻ എന്നിവർ കൈകാര്യം ചെയ്ത അഭയ കേസുകളിൽ 100% നിരസിച്ചതായി റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ജഡ്ജി ഹാരിസ് 2019 108 കേസുകൾ അവലോകനം ചെയ്തു. 2020 105 കേസുകളിൽ ജഡ്ജി ഇംബാക്വാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം അഭയാർത്ഥി അപേക്ഷകൾ നിരസിക്കുകയായിരുന്നു. അതുമാത്രമല്ല, അപേക്ഷകർക്ക് ഒരു തരത്തിലുള്ള ആശ്വാസവും നൽകിയിട്ടുമില്ല. ജഡ്ജിയാകുന്നതിന് മുമ്പ് ഹാരിസ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആൻഡ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ അഭിഭാഷകനായി ജോലി ചെയ്യുകയായിരുന്നു. ഇംബാക്വാൻ ഒഹോയിലെ ക്ലീവ്ലാൻഡിൽ ICEയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. യഥാക്രമം 430-235 കേസുകൾ കൈകാര്യം ചെയ്തിട്ടും അതേ കോടതിയിലെ മറ്റ് ജഡ്ജിമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കേസുകളെല്ലാം വേറിട്ട് നിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരേ കോടതിക്കുള്ളിൽ പലപ്പോഴും വ്യക്തിപരമായി ജഡ്ജിമാർ അഭയ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ കാര്യമായ വ്യത്യാസങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ടെക്സാസിലെ വിവിധ ഇമിഗ്രേഷൻ കോടതികളിൽ ജഡ്ജിമാർ എത്ര തവണ അഭയ കേസുകൾ നിരസിക്കുന്നു എന്നതിൽ വലിയ വ്യത്യാസങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹാർലിംഗനിൽ 9 ജഡ്ജിമാർ 57.8% മുതൽ 84.3% വരെ അഭയാർത്ഥി അപേക്ഷകൾ നിരസിച്ചിട്ടുണ്ട്. ലാരഡോയിൽ 11 ജഡ്ജിമാർ 24.5% മുതൽ 90.2% വരെ അപേക്ഷകൾ നിരസിച്ചിട്ടുണ്ട്. ലോസ് ഫ്രസ്നോസിൽ 5 ജഡ്ജിമാർ 77.5% മുതൽ 90.6% വരെ നിരസിച്ചിട്ടുണ്ട്. വെസ്റ്റ് ടെക്സാസിൽ എൽപാസോ കോടതിയിലും 14.7% മുതൽ 85.5% വരെ നിരസിക്കുന്ന നിരക്കുകളുടെ വിപുലമായ ശ്രേണിയാണ് കാണിക്കുന്നത്. എന്നാൽ ചില ജഡ്ജിമാർ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുമുണ്ട്. എൽപാസോയിൽ ജഡ്ജി ലോറേലി റാമിറസ് ഫെർണാണ്ടസ് 70.5% കേസുകളിൽ അഭയം നൽകുകയും 2019 മുതൽ 14.7% കേസുകളിൽ മറ്റു തരത്തിലുള്ള ആശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട്. എൽപാസോയിലെ ലാസ് അമേരിക്കസ് ഇമിഗ്രന്റ് അഡ്വക്കസി സെന്ററിൽ അഭിഭാഷകയായി കുടിയേറ്റക്കാരെ സഹായിച്ച അനുഭവമുള്ള വ്യക്തിയാണ് ലോറേലി റാമിറസ് ഫെർണാണ്ടസ്. സാൻ ഫ്രാൻസിസ്കോയിൽ 2023 കേസുകൾ കേൾക്കാൻ തുടങ്ങിയ ജഡ്ജി എലിസ ബ്രസിൽ അഭയ കേസുകളിൽ 1.3% മാത്രമാണ് നിരസിച്ചത്. ജഡ്ജിയാകുന്നതിന് മുമ്പ് ഇമിഗ്രേഷൻ കോടതികളിൽ ക്ലയന്റുകളെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകയായിരുന്നു ഇവർ. ഏത് ജഡ്ജിയാണ് കേസ് കേൾക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് അഭയാർത്ഥി ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്നത് ഈ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു ജഡ്ജിയുടെ വ്യക്തിപരമായ സമീപനം മാത്രമല്ല, മറ്റ് ഘടകങ്ങളും അഭയാർത്ഥി അപേക്ഷ നിഷേധിക്കലുകളുടെ ഉയർന്ന നിരക്കുകളെ സ്വാധീനിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർ കൈകാര്യം ചെയ്യുന്ന കേസുകളുടെ എണ്ണം, കേസുകളുടെ വിഭാഗം, കുടിയേറ്റക്കാരോട് പ്രതികരിക്കുന്ന രീതി, നിലവിലെ ഇമിഗ്രേഷൻ നയങ്ങൾ, ജഡ്ജിയുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള മറ്റ് പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. നിലവിൽ 3.7 ദശലക്ഷത്തിലധികം ഇമിഗ്രേഷൻ കേസുകൾ യുഎസിൽ പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം അഭയ നയങ്ങൾ അതിർത്തിയിൽ കൂടുതൽ കർശനമാക്കേണ്ടതും മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുമുണ്ടെന്ന് അഭിപ്രായം ടെക്സാസിലെ ലാരഡോയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം ഹെൻറി ക്യുല്ലറിനുണ്ട്. തങ്ങളുടെ കേസുകൾ പുനഃപരിശോധിക്കുന്നതിനായി കാത്തിരിക്കുന്ന പലരും മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ അഭയം നേടാൻ യോഗ്യരല്ലെന്ന്
കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും തീരുമാനത്തിനായി കാത്തിരിക്കുമ്പോൾ രാജ്യത്ത് തുടരാൻ അവകാശമുണ്ട്. നിലവിലെ അഭയ സമ്പ്രദായം നിരവധി കുടിയേറ്റക്കാർക്ക് തെറ്റായ പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. യുഎസിലേക്ക് അനുവദിച്ച 100 പേരിൽ ഇമിഗ്രേഷൻ ജഡ്ജിമാർ 5-6 വർഷത്തിന് ശേഷം അവരുടെ അപേക്ഷ കേസുകളിൽ 88% മുതൽ 90% വരെ നിരസിക്കുന്നുണ്ട്. സ്ഥിരമായി താമസിക്കാൻ മിക്കവർക്കും യോഗ്യത ലഭിക്കാത്തപ്പോൾ എന്തിനാണ് ഇത്രയധികം പേരെ അകത്തേക്ക് കടത്തിവിടുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അഭയാർത്ഥി അപേക്ഷയിൽ തീരുമാനമാകാൻ വർഷങ്ങളോളം കാത്തിരിക്കുന്നത് സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ സമയത്ത് കുടിയേറ്റക്കാർക്ക് കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാം. അവരുടെ സാഹചര്യങ്ങൾ പിന്നീട് പരിഹരിക്കുക എന്നത് കൂടുതൽ സങ്കീർണമാവുകയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ വർഷങ്ങൾ കാത്തിരിക്കുന്നതിന് പകരം ഈ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കുന്നതാണ് നല്ലതെന്നാണ് ഹെൻറി ക്യുല്ലർ വിശ്വസിക്കുന്നത്. നഗരങ്ങളും കൗണ്ടികളും സംസ്ഥാനങ്ങളും ഫെഡറൽ ഗവൺമെന്റും കുടിയേറ്റക്കാർക്കായി കോടിക്കണക്കിന് ഡോളറാണ് ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഈ മാസം അധികാരത്തിലെത്തുന്നതോടെ ഈ നയങ്ങൾക്കെല്ലാം വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.